അമ്മച്ചി എനിക്ക് വിശക്കുന്നു. ആ വീട്ടിൽ ചെല്ലട്ടെ ഇനിയിപ്പം വല്ല ചിക്കൻ ഫ്രൈയോ വല്ല ഫ്രഞ്ച് ഫ്രൈസോ ഒക്കെ ഉണ്ടാക്കി തരാം. ആ കേട്ടോ. പിന്നെ തക്കാളി അയ്യോ തക്കാളി വാഴ വീടായിരുന്നു. എടാ നീ ആ കള്ളം തോമാച്ചന്റെ മോനല്ലേ? ഈ പിള്ളേരും ഒക്കെ ആയിട്ടാണോ നീ കൂട്ടുകൂടുന്നേ? വാങ്ങിട്ട് എന്തിനാ കരയുന്ന? എന്തിനാ എല്ലാരും നിന്നോട് ഇങ്ങനെ? എന്റെ മമ്മിക്ക് ക്യാൻസർ ആയിട്ട് എന്നെ അപ്പ ഒരു കുറ്റം ചെയ്തു പൈസ കിട്ടത്. അതുകൊണ്ട് ഇപ്പൊ അപ്പ ജയിലിലാക്കി. അതുകൊണ്ട് എനിക്കിപ്പൊ അപ്പയില്ല അമ്മയില്ല, എനിക്ക് ആരും ഇല്ല. അതുകൊണ്ട് എന്റെ കൂടെ ബാ, നമുക്ക് അച്ഛൻ പാപ്പയുടെ അടുത്ത് പോവാം. അച്ഛൻ പാപ്പ. ആഹാ, എന്നടാ പോയ നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയോ? എന്നതാ അവന്റെ പേര്? സാംസൺ തോമാച്ചൻ. ആഹാ, നല്ല പേരാണല്ലോ. അച്ഛാ, സാംസൺ നമ്മളുടെ കൂടെ എടുക്കാം. പിന്നെന്താ? ഈനാശുവേ ഈനാശുവേ ഈനാശു. ആ എടാ, ഇത് സാംസൺ, നമ്മുടെ കുടുംബത്തിലെ പുതിയ കുഞ്ഞാ. ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കൊടുത്തേ. എന്തോരം വെച്ചല്ലോ കൊണ്ടു. എടാ ഈനാശുവേ, എന്തോ വച്ചോ? എടാ ഓയ്, നമ്മുടെ സാംസൺ ആളും മിടുക്കനാണല്ലോടാ. പിന്നെ അല്ല, നമ്മുടെ തേങ്ങാക്കറിയത്തിന് അവനൊരു തേങ്ങ ഇടുന്ന യന്ത്രം ഉണ്ടാക്കി കൊടുത്തു. ആഹാ, നമ്മുടെ പൂന്തോട്ടത്തിൽ വെള്ളം അടിക്കുന്ന കുന്ത്രാണ്ടോ അവനുണ്ടാക്കിയതാ. അത് ശരി. പിന്നെ എനിക്കോ അവനൊരു സ്വിച്ച് ഇട്ടാ തന്നെ അടിക്കുന്ന ഒരു പള്ളിമണി ഉണ്ടാക്കി തന്നു. ആഹാ, അവന്റെ മുറിയിലാണല്ലോ എൻ്റെ അച്ഛാ, ഒന്നും പറയാൻ വേണ്ട. അവന്റെ പെട്ടിക്കകത്ത് വരെ നട്ടും പോയിട്ടുവാ. പിന്നെ എങ്ങനെ അവൻ നന്നാവാതിരിക്കൂടാ? അവനെ വളർത്തി ഞാനല്ലോടാ. പിന്നെ അല്ല അച്ഛാ. അച്ഛാ, പിന്നെ നാളെ നമ്മുടെ പള്ളിപ്പെരുന്നാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഓ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ? പോയി. ആ ശരി അച്ഛാ. എടാ ഈനാശുവേ, എടാ സ്വർണ്ണ കുരിശിന് എടുത്തോണ്ടോടാ. ആ, അപ്പൊ നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ വർഷത്തെ കൺവീനറായിട്ട്, പെരുന്നാളിന്റെ കൺവീനറായിട്ട് വർക്കിച്ചിനെ അങ്ങ് തീരുമാനിച്ചേക്കുക. ഇതൊക്കെ സമ്മതമാണല്ലോ. അച്ഛാ, ആ പഴ കവിത കേട്ടോ, സ്വർണ്ണക്കുരിശ് അവിടെ ഒന്നും കാണുന്നില്ല അച്ഛാ. എന്താ ഈനാശു നീ പറയുന്നേ? നീ ഒന്നുകൂടി പോയി നോക്കിയേ, അവിടെ കാണും. അച്ഛാ, അവിടെ ഒന്നും ഇല്ല അച്ഛാ. നോക്കി ഈനാശു. ശരി അച്ഛാ. എന്റെ അച്ഛാ, ഞാൻ അന്നേ പറഞ്ഞു ഇവിടെ പള്ളിക്കെത്താൻ കൊണ്ടുവന്നു. അതെന്താ സോളമാ നീ അങ്ങനെ പറഞ്ഞു കളഞ്ഞേ? എൻ്റെ അച്ഛാ, മത്തം കുത്തിയോ കുമ്പളം മുളയ്ക്കോ, വേറെ അങ്ങും നോക്കണ്ട. ഇവന് മുറിയിലൊന്ന് പരിചയം. ശരിയാ വർഗീച്ച, വിട്ടുവിടണം പറഞ്ഞു. ഞാൻ അവന്റെ മുറിൽ തന്നെ. ഞാൻ എടുത്തില്ല അച്ഛാ, ഞാനല്ല അച്ഛാ, സത്യമായിട്ട് വെച്ചു. കിട്ടി കേട്ടോ, നമ്മുടെ പള്ളിയിലെ സെക്രട്ടറിയുടെ മോൾ സന്ദർശനം ആവശ്യത്തിന് എടുത്തു പോയത്. ഓ, സമാധാനമായി. ദൈവത്തിന് സ്തോത്രം. അച്ഛാ, ഏതായാലും സാധനം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. നമ്മുടെ പെരുന്നാൾ തന്നെ എടുത്തോണ്ട് വരാം. ആ, ആയിക്കോട്ടെ. വരാനാ നമുക്ക് അറിയാം. ദൈവമേ, എന്താ എല്ലാവരും എന്നോട് ഇങ്ങനെ? ഞാൻ ഇപ്പോഴും കള്ളൻ്റെ മോൻ തന്നെയാണോ? എന്നാ എൻ്റെ ഈ പേരൊന്ന് മാറുന്നേ? നാളെ പിള്ളേർക്ക് ചപ്പാത്തി കൊടുക്കാടാ, അവർക്ക് ചിക്കൻ കറി ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പൊ ചിക്കൻ കറി ആയിക്കോട്ടെ. ഹലോ, ആ നമസ്കാരം നമസ്കാരം. ഓ ഒന്നുമില്ല, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ആണോ?
അത് ശരി, സന്തോഷം സന്തോഷം, വളരെ സന്തോഷം. ആഹാ ശരി, എന്നാ നമുക്ക് നാളെ കാണാം. ഓക്കെ എന്നേ, താങ്ക് യു. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ആടാ, നമ്മുടെ സാംസൺ ഇല്ലേ, അവൻ 2 ആഴ്ച മുമ്പ് സ്കൂളിലേക്ക് വേണ്ടി ഒരു സോളാർ കിറ്റിന്റെ ഉപകരണം കണ്ടുപിടിച്ചായിരുന്നു. അതിന് സംസ്ഥാന സർക്കാർ അവന് അനുവാദം കൊടുത്തിട്ടുണ്ട് അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ. അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നാളെ പഞ്ചായത്തിൽ നിന്ന് അവനെ അനുമോദിക്കാൻ ഒരു അനുമോദന സമ്മേളനവും വെച്ചിട്ടുണ്ട്. നല്ലൊരു സംഭവമായി പോയല്ലോ. നമുക്ക് എന്തായാലും സന്തോഷമായി. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട സാംസൺ രൂപകൽപ്പന ചെയ്ത സൗരോർജ ജലസേചന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കേരളത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിനും നമ്മുടെ പഞ്ചായത്തിൻ്റെ ആദരസൂചകവുമായി പ്രിയപ്പെട്ട സാംസന് സ്കോളർഷിപ്പും ആദരവും ഉപഹാരവും ഞാനിവിടെ നൽകുന്നു. അച്ഛാ വന്നാട്ടെ. ഈനാശുവേ, ഇന്നലെ വരെ ഇവൻ കള്ളന്റെ മോനാന്ന് പറഞ്ഞ പാർട്ടി സഹിക്കുന്നില്ല. ഇന്നിപ്പോ പഞ്ചായത്തിന്റെ മോനായി. ആഴത്തിന്റെ ഒരു പോക്ക്. അതെ. എന്തായാലും നീ പോയ ക്യാമറ എടുത്തുണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. 1 സാമുവേൽ 16:7 മനുഷ്യൻ കാണുന്നത് പോലെ യഹോവ കാണുന്നില്ല. മനുഷ്യൻ പുറം രൂപം കാണുന്നു, യഹോവ ഹൃദയം നോക്കുന്നു. People may give you a name you didn't ask for, but you always have the power to write the story that follows it. You don't have to erase a label to break it. You just have to rise above it.